ഹലോ ഗായ്സ്, നമ്മളിന്ന് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തെ ലുലു മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ലുലു മാളൊക്കെ ഒന്ന് അടിച്ച് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ലുലു മാൾ അടിച്ച് കറങ്ങി കണ്ടിട്ട് വരാം. അപ്പോൾ വാ പോകാം. അങ്ങനെ നമ്മുടെ കാറിലാണ് യാത്ര. 2 ഫാമിലി ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം ഇതൊരു കുഞ്ഞ് യൂട്യൂബറും കൂടെയാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് ഇറങ്ങിയതാണ്. ലുലു മാളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ കാറിനകത്തിരുന്ന കുറേ കോമഡിയും കളികളും ഒക്കെ ആയിരുന്നു. നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലുലു മാളെത്തി. കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നു. കാർ പാർക്ക് ചെയ്തു. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് ലുലു മാള് അകത്ത് കയറിയതിന് ശേഷം നമ്മൾ ലിഫ്റ്റിലാണ് കയറിയത്. ലിഫ്റ്റിൽ കയറി അകത്ത് വന്നു കുറേ റൗണ്ട് അടിച്ച് കറങ്ങി ചുറ്റിയൊക്കെ ആദ്യം കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നടത്തായിരുന്നു. ആദ്യമൊക്കെ നടന്ന് അവസാനം നമ്മൾ ആദ്യം നമ്മൾ കയറിയത് ഒരു അലങ്കാര വസ്തുക്കളൊക്കെ ഉള്ള ഒരു ഷോറൂമിനകത്തോട്ടാണ്. ഇതാ കണ്ടില്ലേ, ആദ്യമായിട്ട് മയിലുകളുടെ ഒരു ഷോക്കേസിലൊക്കെ വയ്ക്കാൻ കൊള്ളാമെന്നുള്ളൊരു മയിലിൻ്റെ ഒരു രൂപമാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ. അതിൻ്റെ പുറമൊക്കെ നല്ല കല്ലുകൾ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ ഓരോ തരം മയിലുകളും എടുത്ത് കയ്യിൽ വെച്ച് നോക്കി. പല മോഡലിലുള്ള ഡിഫറെൻറ്റ് ഐറ്റം ആയിരുന്നു അതൊക്കെ. എല്ലാവരും പിന്നെ മൊത്തത്തിലും അത് കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും അതിലോട്ട് തന്നെ വന്ന് നോക്കി. ഓരോ മോഡലും കാണുമ്പോൾ തന്നെ വ്യത്യസ്തമായിട്ടിരുന്നു. കാരണം ഒരുമിച്ച് മൊത്തം അവിടെ തന്നെ ഉണ്ടല്ലോ. പലതരം വസ്തുക്കളും കണ്ടില്ലേ, എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഓരോ അലങ്കാര വസ്തുക്കളും കാര്യങ്ങളൊക്കെയാണ്. പോട്ടുകളാണ് കുറേ. പോട്ട് രൂപത്തിലും ഒരു ഫാമിലി പോലെ കണ്ടില്ലേ, നല്ല ഭരണി മോഡലും നല്ല വ്യത്യസ്തതയിലുള്ള നല്ല അലങ്കാര വസ്തുക്കളാണ്. ഗ്ലാസ്, പക്ഷേ ഇത് അടുക്കളയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഗ്ലാസ് അല്ല. അതൊരു വെറൈറ്റി നല്ല കുഞ്ഞു ഗ്ലാസ്സുകളും വലിയ ഗ്ലാസ്സുകൾ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി ഭംഗിയാണ്, ഉപയോഗിക്കാൻ പറ്റിയതല്ല. അതായത് അലങ്കാര വസ്തുക്കളല്ലേ, അപ്പം അത് ഒന്ന് കാണാൻ തന്നെ ഒന്ന് ഷോക്കേസിലൊക്കെ വെക്കാനേ ഇത് കണ്ട് പറ്റുമെന്ന് തോന്നണുള്ളൂ. അതിൻ്റെ പുറത്തൊക്കെ നല്ല ഗ്ലേസിങ് തോന്നിക്കും, നല്ല മിനുക്ക് പോലെ നല്ലൊരു ഗ്ലാസ്സാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മയിൽ, അടുത്ത് വീണ്ടും വേറെ മോഡൽ മയിലുകളാണ്. കുറേ മയിലിൻ്റെ തന്നെ കുറേ മയിൽ മോഡൽ വെച്ച് കുറേ അലങ്കാര വസ്തുക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലോക്കുകൾ, നല്ല വ്യത്യസ്തത്തിലുള്ള മിററ്. അവളത് മിററിൽ ഫോട്ടോ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട മിററിൻ്റെ വന്നെന്ന്. പിന്നെ 2 പേരും സോഫയിലൊക്കെ ഒന്ന് ഇരുന്നും ചാരിയൊക്കെ ഫോട്ടോ എടുത്ത്. ഇവിടെ ഒരാൾ അത് കണ്ട് തീർന്നില്ല, കാണാൻ തന്നെ ഒരുപാടുണ്ട്. ഒരു പൈപ്പ് മോഡലിലാണ് ആ ഒരു അലങ്കാര വസ്തു ഇരിക്കുന്നത്. പിന്നെ ചെടികൾ, അതും അലങ്കാര വസ്തുവിൽപ്പെട്ടത് തന്നെ. പൂച്ചട്ടികൾ, പിന്നെ സോഫ സെറ്റ്. അത് എല്ലാവരും വന്ന് ഇരുന്നൊക്കെ നോക്കുകയാണ്. അപ്പം ഇവർക്ക് അതിൽ നിന്ന് എണീക്കാൻ തോന്നിയില്ല. ചാരി ഇരുന്ന് കണ്ടില്ലേ. പിന്നെ വീണ്ടും അടുത്ത ഫ്ലോറിലോട്ട് കയറി. പിന്നെ ഇവർക്ക് കയറി ഇറങ്ങൽ, കുറേ നേരം ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കൽ ഒരു ശീലമുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതിലോട്ട് രണ്ട് പ്രാവശ്യം മുകളിലോട്ടും താഴോട്ടൊക്കെ കയറി ഒന്ന് അതിൽ കറങ്ങി അടിച്ചു. കൂടുതലും കാണാനാണ് തിരക്ക്. സാധനം വാങ്ങുന്നത് കുറച്ച് കറങ്ങി അടിച്ച് നോക്കിയാണ് ഓരോ സാധനങ്ങളിലോട്ട് പോകുന്നത്. പിന്നെ ഓടിക്കയറി, പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഓടിക്കയറി മുട്ടായി ഐറ്റത്തിലോട്ട്. ബോക്സ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഏത് വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ. കാരണം എല്ലാം ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐറ്റങ്ങളായതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ച് എല്ലാം ചോക്ലേറ്റ് തപ്പി
നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതിൽ ഇഷ്ടമില്ലാത്ത അങ്ങനെ ഐറ്റം ചോക്ലേറ്റ് ഒന്നും ഇല്ല മൊത്തത്തിൽ കാണുമ്പം. കാരണം കുഞ്ഞു കുഞ്ഞു കടകളിൽ പോയി 1-2 വാങ്ങിക്കണതല്ലേ. ഇപ്പം മൊത്തത്തിൽ കാണുമ്പോൾ അവർക്ക് ഇത് ഒരു കൺഫ്യൂഷനാണ്. എന്നാലും എല്ലാം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ചോക്ലേറ്റ് ഐറ്റം ഒന്ന് കാണട്ടെ. അതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരെണ്ണം വാങ്ങി കയ്യിൽ കൊടുത്തു. പിന്നെ ഇതാ ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. മാംഗോ ഒക്കെ നല്ല വില ഒക്കെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ മാംഗോ ഒക്കെ വാങ്ങിച്ചു, കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ലുലു മാളിലോട്ട് പിന്നെ രാത്രിയായി. കുറേ അവിടെ നിന്ന് ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി ഇതാ കാറിൽ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി, നല്ല രാത്രിയായി. സ്ഥലങ്ങളൊന്നും വലുതായിട്ട് തിരിച്ചറിയുന്നില്ല. എന്നാലും ആ ലൈറ്റും വെട്ടവും നല്ല വ്യൂ ആണ്. രാത്രിയത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സന്തോഷമാണല്ലോ ഈ രാത്രി സമയങ്ങളിലൊക്കെ. ഇങ്ങനെ യാത്രകളൊക്കെ നമ്മൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും ഈ രാത്രി നമുക്ക് ഏറ്റവും ഈ പകൽ സമയങ്ങളിൽ പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു ഇഷ്ടമാണല്ലോ. നമ്മൾ അങ്ങനെ രാത്രി അതുകൊണ്ടാണ് രാത്രി പോകാൻ തീരുമാനിച്ചത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ ഇടയ്ക്ക് വണ്ടിക്കകത്തിരുന്ന് കുറേ നട്ട്സൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. ഫുഡ് കഴിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഫോട്ടോ ഇട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.